നമസ്കാരം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനിയും 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. ഒന്ന്, ചേലക്കര. മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ചേലക്കരയിൽ. മറ്റൊന്ന് പാലക്കാട്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി അവിടെ നിന്ന് വിജയിച്ച് MP ആയി പോയ സ്ഥിതിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. ഇതിൽ അതിശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ഇടമാണ് പാലക്കാട്. 2021 അതിശക്തമായ മത്സരമായിരുന്നു. ത്രികോണ മത്സരം എന്നുള്ളത് പോയിട്ട് അന്ന് UDFും BJPയും തമ്മിലുള്ള മത്സരമായിരുന്നു അവിടെ നടന്നിരുന്നത്. കോൺഗ്രസിൽ നിന്ന് ഷാഫി പറമ്പിലും BJPയുടെ ശ്രീധരനുമായിരുന്നു. മെട്രോമാൻ ശ്രീധരൻ ഇറങ്ങിയതോടുകൂടി പാലക്കാട് ചിത്രം തന്നെ അങ്ങ് മാറി എന്നുള്ളതാണ്. എന്തായാലും പാർട്ടി വളരെ കരുതലോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് BJP. കാരണം ഇവിടെ ഇനി ഒരു പക്ഷേ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ BJP തിരഞ്ഞെടുക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെയാണ് BJP മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചേലക്കരയിലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് പാലക്കാടായിരിക്കും കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണയം നടത്തുമ്പോൾ വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭ പാലക്കാട് മത്സരിക്കണമെന്ന് അഭിപ്രായമുള്ളവർ പാർട്ടിയിലുണ്ട്. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് മത്സരിച്ചതാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് നിർണായകമാണ്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് ശോഭയ്ക്ക് കരുത്താണ്. കൃഷ്ണകുമാറും BJP പരിഗണനാ പട്ടികയിലുണ്ട്. കൃഷ്ണകുമാറും പാലക്കാട് മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ്. എന്തായാലും ഇവരിൽ 2 പേരിൽ ആരെങ്കിലും ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. ഇതിൽ മുൻതൂക്കം ശോഭാ സുരേന്ദ്രന് തന്നെയായിരിക്കും. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരനിലൂടെ BJP ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ 3859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അതിശക്തമായ മത്സരമായിരുന്നു പാലക്കാട് നടന്നത്. LDFിലെ CP പ്രമോദ് 3ാം സ്ഥാനത്താകുകയാണ് ചെയ്തത്. ഇത്തവണ ശോഭ മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന് കരുതുന്നവർ പാർട്ടിയിലുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഊർജമാകുമെന്നാണ് പ്രതീക്ഷ. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ നടത്തിയത്. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലായിരുന്നു മത്സരം. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനയുണ്ടായി. മുൻ തെരഞ്ഞെടുപ്പിൽ ഗിരിജകുമാരി നേടിയ 90,528 വോട്ടുകൾ ശോഭ 2,48,000 വോട്ടായി ഉയർത്തുകയാണ് ചെയ്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷത്തിന് മുകളിലെത്തിച്ചു. NDAയ്ക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ പോലും ശോഭാ സുരേന്ദ്രൻ ഞെട്ടിച്ചു കളഞ്ഞു. വോട്ട് വിഹിതം 17.24% നിന്ന് 28.3%. പാലക്കാട്ടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരിയാരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJPയാണ്. മാത്തൂരും പിരിയാരിയും UDF ആണ് ഭരിക്കുന്നത്. കണ്ണാടി മാത്രമാണ് CPM ഭരിക്കുന്ന പഞ്ചായത്ത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് 9,707 വോട്ടിൻ്റെ ലീഡുണ്ട്. 2ാം സ്ഥാനത്ത് അവിടെ BJPയാണ്. ഇക്കാരണത്താൽ BJPക്ക് അനുകൂലമായ ഒരു മണ്ഡലമായി മാറുകയാണ് പാലക്കാട്.